കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ പല ആൾക്കാർ സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ജീവിക്കുന്നവരാണ്. നമുക്ക് ഇന്ന് സാഹചര്യം ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇന്നത് ചെയ്യാൻ പറ്റിയില്ല, ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക എനിക്ക് ദൂരെയാണ് ജോലി, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല, എനിക്ക് രാവിലെ പോയിട്ട് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും, അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് പല ആൾക്കാരും എന്താണ് ഒരു നല്ലൊരു കരിയറോ അല്ലെങ്കിൽ നല്ലൊരു ജോബിലേക്കോ പോകാൻ പറ്റാണ്ട് അല്ലെങ്കിൽ പോകാണ്ട് അവർ ലൈഫ് കളയുന്നത്. അല്ലെങ്കിൽ അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പം എന്തെങ്കിലും ഒരു ആവശ്യം വരുവാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ. അത് സ്വന്തം ഹസ്ബൻഡ് ആണെങ്കിൽ ശരി, സ്വന്തം പേരൻസ് ആണെങ്കിലും ശരി, അവരുടെ മുമ്പിൽ കൈ നീട്ടുക എന്ന് പറയുന്നിട്ട് നമ്മളൊരു സാധനം നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിയെടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ സുഖമുള്ള കാര്യമല്ല. പക്ഷേ നമ്മൾ നിവൃത്തി കൊണ്ട് നമ്മളത് ചെയ്തു പോകുന്നതാണ്. അതേസമയം നമ്മൾ മറിച്ച് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും അധ്വാനിച്ചിട്ടുണ്ടാക്കുമ്പോൾ അതിന് വേറൊരു സന്തോഷമായിരിക്കും. അങ്ങനെയുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ മനുഷ്യനെ, ഈ ചേട്ടനെ നോക്കിയാട്ടെ നിങ്ങൾ എന്തെല്ലാം പരിമിതികൾ വെച്ചിട്ടാണ് മൂപ്പർ ഈ ഒരു ജോലിയിലേക്ക് ചെയ്യുന്നത്. ആ ജോലി മൂപ്പർ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് എന്താ പറയുക, രാവിലെ ഒരു വൈകുന്നേരം വരെ അങ്ങനെ ഒരു പണിയെടുക്കണം ആ ഒരു മനസ്സ്, അങ്ങനെ സ്വന്തമായിട്ട് അധ്വാനിക്കണം എന്നുള്ള ആ ഒരു മനസ്സ് നിങ്ങൾ കാണണം. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണ് പരിമിതി, ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ക്യൂസ്, ഇത് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ എക്സ്ക്യൂസ് പറയാനുണ്ടോ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. അപ്പോൾ ഈ ചേട്ടൻ്റെ ആ ഒരു മനസ്സിന് ഞാനെന്താ പറയുക ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമായി കണ്ടേരെന്ന് പറയാം, റെസ്പെക്റ്റ്. അതേപോലെ തന്നെ ഈ ചേട്ടന് ഇങ്ങനെ ഒരു ജോലി കൊടുത്ത് ഇങ്ങനെ ഒരു മനസ്സ് കാണിച്ച് ഇവിടുത്തെ കടേൻ്റെ മുതലാളിക്കും